കളിക്കാൻ ആവശ്യമായ പന്തില്ല, കുടിവെള്ളമില്ല, കൃത്യനിഷ്ഠ തീരെയില്ല. ചാലിശ്ശേരി പഞ്ചായത്ത് കേരളോത്സവം ക്രിക്കറ്റ് മത്സരത്തിനെതിരെ യുവാക്കളുടെ വ്യാപക പരാതി. ഞായറാഴ്ച നടന്ന ചാലിശ്ശേരി പഞ്ചായത്ത് കേരളോത്സവം ക്രിക്കറ്റ് മത്സരത്തിനെതിരെ വ്യാപക വിമർശനം. മത്സര നടത്തിപ്പിനെതിരെ തങ്ങളുടെ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് യുവാക്കൾ രംഗത്തെത്തി. ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ആവശ്യത്തിനുള്ള പന്തുകൾ നൽകാനോ കായിക താരങ്ങൾക്കുള്ള കുടിവെള്ളം നൽകാനോ സംഘാടകർ സംവിധാനം ഒരുക്കിയില്ലെന്ന് യുവാക്കൾ പറയുന്നു. പഞ്ചായത്ത് മേളക്ക് 30,000 രൂപക്കാണ് ഇവര് ഈ ഗ്രൗണ്ട് എടുത്തിട്ടുള്ളത്. 30,000 രൂപക്ക് ഗ്രൗണ്ട് എടുത്തിട്ട് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. നമ്മള് 2-3 സിക്സ് അടിച്ചാൽ അത്ര ബോള് നമ്മളൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഇവിടെ വെയിറ്റ് ആക്കുന്നു. എന്നിട്ട് രാവിലെ 9 മണിക്ക് വന്ന് നമ്മൾ ലയൺ ബേഴ്സ് തണ്ണീർക്കോട് കപ്പ് അടിച്ചിട്ട് 8:30 വന്ന് ലയൺ ബേഴ്സ് തണ്ണീർക്കോട് കപ്പ് അടിച്ചിട്ട് ഒന്ന് വിളിച്ചു പറയും ചെയ്തില്ല. ലാൻഡ് ബോയ്സ് തണ്ണീർക്കോട് ഇത്രയും വിജയിച്ചു. ഒരു കാര്യം പോലും പറയാണ്ട് ഇവർ ആരും ഇറങ്ങിപ്പോയി. പേരില്ല, ഒരു അവകാശം ആരുമില്ല. പഞ്ചായത്തിൽ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ 3 ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് അത് വേണ്ട ഇത് വേണ്ട അത് ചെയ്യില്ല. ഈ ഓരോ ഓവർ കഴിയുമ്പോൾ സ്കോർ വിളിച്ചറിയുമ്പോൾ ഈ സാറുമാർ ഇവിടെ ഉണ്ട്. അവരൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇലക്ഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇവിടെ നടന്നിട്ടില്ല. എന്നിട്ട് ഇവരിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? അത് ഇലക്ഷൻ പ്രമാണിച്ച് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഈ ഗ്രൗണ്ട് നടത്താനെടുത്ത ടീം ആ ചേട്ടൻ വരാൻ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യമില്ല. ഞാൻ അത് നടത്താൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പഞ്ചായത്തിൽ പോ, നിങ്ങൾ ബ്ലോക്കിൽ പോ. രാവിലെ 8 മണിക്ക് വന്ന് കളിച്ച് അധ്വാനിച്ച് ഫൈനലിലെത്തി കപ്പടിച്ച ടീമിനോട് രണ്ട് ബോൾ വെച്ചിട്ട് ചെറ്റതര നോക്കി ഇവർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കണ്ടു. ഈ സാധാരണ അന്ത്യോളം ഇവിടെ വന്ന് 250 പ്ലേയേഴ്സിന് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിന്റെ ബോട്ടിലാണ് ഈ കാണുന്നത്. ഇനി ഇതിൽ ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറയുള്ളൂ. ഈ വിന്നേഴ്സ് ആയിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ 3 വർഷം മുന്നേ ഇവിടെ ജയിച്ച ടീമാണ്. നമ്മളെ മെമ്പർ വന്നിട്ട് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് നാളെ കളിക്കാൻ പറ്റുമോ? എന്നിട്ട് എവിടെ പോയി ആ കാലിട്ട കളിക്കാൻ പറ്റുമോ? 8:30 കാറിൽ 2 പെട്ടികൾ നിറയെ പന്തുകൾ ഉണ്ടായിട്ടും 8 ടീമുകൾക്കായി 2 ബോളുകൾ മാത്രമാണ് കളിക്കാനായി നൽകിയത്. കൂടാതെ ബൗണ്ടറി നേടി പുറത്തു പോകുന്ന പന്തുകൾ കളിക്കാർ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. ഇത് മത്സരങ്ങൾ കൂടുതൽ നേരം വൈകിപ്പിക്കുകയും ചെയ്തതായി ഇവർ പറഞ്ഞു. മത്സരഫലങ്ങൾ അനൗൺസ്മെന്റ് നടത്താനുള്ള സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചില്ലെന്ന പരാതിയും വ്യാപകമാണ്. ഒരു ഘട്ടത്തിൽ കളി മാറ്റിവെക്കാൻ വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായും യുവാക്കൾ ആരോപണം ഉന്നയിച്ചു. പരാതികൾ വ്യാപകമായതോടെ പ്രതിഷേധവുമുണ്ടായി. ചാലിശ്ശേരി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ട്രോഫി വിതരണം ഉൾപ്പെടെയുള്ളവ മാറ്റിവെച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ ജനപ്രതിനിധികൾക്കൊന്നും ഇതിൽ കാര്യമായി ഇടപെടാൻ സാധിച്ചില്ലെന്നും പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ ട്രോഫി വിതരണം ഉൾപ്പെടെയുള്ളവ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളൊരു വേദിയിൽ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ വന്ന് കളിച്ചിട്ട് 5,000-6,000 രൂപ ഞങ്ങൾക്ക് ചെലവാ. ഇതൊന്നും വേണ്ട. കളി ജയിച്ചിട്ട് മര്യാദ പിന്നെ നോക്കാം. ഇതെന്താ സാധനം? പിന്നെ നോക്കാം. എല്ലാണ്ട് ഇപ്പൊ അനൗൺസ് ചെയ്യുന്നില്ല. പോയിക്കോ വെറുതെ പ്രശ്നവും കാര്യങ്ങളും നിങ്ങൾ ഇലക്ഷൻ പ്രോട്ടോകോൾ ഉള്ളതാണ്. ഇലക്ഷൻ പ്രോട്ടോകോൾ ഉള്ളതാണ്. പോയിക്കോ
ഇപ്പോഴത്തെ ആവശ്യത്തിനാണ് വിഷയം ഉണ്ടാക്കണ്ട. ഞങ്ങളൊരു വിഷയത്തിനും ഇല്ല സാറേ, കാര്യം ഞങ്ങൾ ചോദിച്ചോളൂ. ജയിച്ചില്ലേ? അതാണ് നമ്മൾ കൊണ്ടുവന്നൂടെ ഇത്? വെള്ളം ഒരു മൈക്ക് അനൗൺസ്മെന്റ് ആവശ്യപ്പെട്ടുണ്ടോ? രണ്ട് മൂന്ന് ക്യാൻ ഇരിക്കണേ, മൈക്ക് അനൗൺസ്മെന്റ് ഇരിക്കണേ. അതായത് പഞ്ചായത്ത് ഇങ്ങോട്ടൊക്കെ നടക്കണം നടന്നു. ഓൾറെഡി ഇക്കാര്യം നടക്കാറുണ്ട്. എന്തായാലും ആ ഒരു പൊതു പരിപാടിയുടെ ഇടയിലാണ് നിങ്ങൾക്ക് കപ്പ് കിട്ടുന്നു പറഞ്ഞു. നിലവിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പരിപാടി ഇപ്പൊ സാറ് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായുള്ള പരാതി ഉണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആളോട് പറയാം. അടുത്ത വർഷത്തിൽ ആവർത്തിക്കാണ്ടിരിക്കാനുള്ള പരിപാടി നോക്കാം. അല്ലാതെ നമ്മൾ ഇമോഷണൽ ആയിട്ട് സംസാരിച്ച ഒരു കാര്യമില്ല. ഇപ്പോഴുള്ള വെള്ളം കൂടി പറ്റിച്ചാൽ പഞ്ചായത്ത് മേളയിൽ നമുക്കുണ്ടായ ഒരു മോശം അനുഭവം നമ്മളോട് പറയാൻ പോണേ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കളിയിൽ ലയൺ ബോയ്സ് ടീമാണ് വിന്നായത്. വിന്നായ സമയത്ത് ഇവർ നമ്മളോട് കാട്ടിയ മോശം അനുഭവം ഒന്നാമത് എന്താ വെച്ചാൽ കളി നടക്കുന്ന സമയത്ത് ബൗണ്ടറി പോയി കഴിഞ്ഞാൽ പ്ലെയേഴ്സ് തന്നെ ബൗൾ എടുത്ത് കൊണ്ടുവരണം. അങ്ങനെ ഒരു 10 മിനിറ്റ് പോകുന്നുണ്ട്. ബോൾ എടുക്കാൻ ആളില്ല, കുടിക്കാൻ വെള്ളമില്ല, മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ആകെ ഇവരിവിടെ കൊടുന്നു വെച്ചിട്ടുള്ള ഒരു 18 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണ്. പിന്നെ ഒന്നാമത് ലയൺ ബോയ്സ് തണ്ണീർക്കോട് ടീം വിന്നായപ്പോൾ ഇവർ വിളിച്ചു വരാമുള്ളൊരു മാന്യത പോലും ഇവരാരും കാണിച്ചില്ല. ലാസ്റ്റ് ബോളിൽ വിന്നായപ്പോൾ ഇവർ മൈക്ക സെറ്റ് ഓഫ് ചെയ്ത് അതിൻ്റെ ഭാരവാഹികളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കത് പറയാനുള്ള അനുമതിയില്ല, ഇലക്ഷൻ്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഞങ്ങൾക്കത് വിളിച്ചു പറയാനുള്ള അനുമതിയില്ല എന്നാണ് അവിടുത്തെ മാനേജ്മെൻറ്റും മറ്റു കാര്യങ്ങളും നടത്തിപ്പുകാരൊക്കെ പറഞ്ഞത്. വെള്ളത്തിൻ്റെ ഒരു മെയിൻ പ്രധാന ഘടകമാണ്. രാവിലെ 8:30 മണിക്കാണ് ഫസ്റ്റ് ഞങ്ങളുടെ കളി അവർ 9 മണിക്കാണ് അവർ ഞങ്ങളുടെ കളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 8:45 8:30 ആകുമ്പോൾ ഞങ്ങളവിടെ ടീമെല്ലാം എത്തിയിട്ട് ഞങ്ങളെ ഒരു ഫസ്റ്റ് കളിക്ക് വിളിച്ചത് 10 മണി 10:15 മണിക്കാണ് അവർ ഞങ്ങളെ വിളിച്ചത്. ഫസ്റ്റ് കളി വിന്നായിട്ട് ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരുന്ന് നമുക്കുള്ളൊരു വെള്ളത്തിനുള്ളൊരു സൗകര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ബോൾ എടുത്ത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം, നിങ്ങൾക്ക് കളിക്കേണ്ടതല്ലേ, നിങ്ങൾ തന്നെ പോയ ബോൾ കൊണ്ടുവരണം. നമ്മളെ പിള്ളേർ പുറത്തുള്ള പിള്ളേർ പോയിട്ടാണ് ബോൾ എടുത്തു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു കുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയിട്ടാണ് ബോൾ എടുത്തു കൊടുത്തത്. ആകെ കളിക്കാട്ടുണ്ടായിരുന്ന 2 ബോൾ, 8 ടീമിന് കളിക്കാൻ അവരിട്ടുണ്ടായിരുന്ന 2 ബോൾ. ഒരു കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല. വളരെ ശോചനീയം പറഞ്ഞാൽ വളരെ ശോചനീയം ഉണ്ടായിരുന്നു. അത്രയും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും. എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടികളില്ല. നമ്മൾ വിൻ ചെയ്തിട്ട് ആ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അവർ സ്റ്റമ്പും കാര്യങ്ങളും അത് അവർ എടുത്തുകൊണ്ട് പോയി. ഒരു ടീം ജയിച്ചാൽ ആ ടീമിനെ വിളിച്ച് പറയണ്ട, ഇന്ന ടീമാണ് ജയിച്ച്, ഇന്ന സ്ഥലത്തുള്ള ടീമാണ് ജയിച്ചെന്ന് അത് പറയും. അവർക്ക് സൗകര്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മഹാമോശം പരിപാടി എന്ന് പറഞ്ഞാൽ മഹാമോശം പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ മഹാമോശം അനുഭവം ഞങ്ങൾക്ക് അവിടെ നടന്നത്. അങ്ങനെയുള്ളൊരു ഇതുപോലെ അവർ കാണിച്ചില്ല. അത്രയും ക്രൗഡ് അവിടെ നിൽക്കില്ല. അവർക്ക് അറിയേണ്ടത് റിസൾട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. ഇത് ലാസ്റ്റ് ഓവറിൽ വിന്നായപ്പോൾ ഇവർ മൈക്ക സെറ്റെല്ലാം ഓഫ് ചെയ്ത് ഈ മാർവൽ ചാലിശ്ശേരിയുടെ നടത്തുന്ന ടീം മാനേജ്മെൻറ്റ് അങ്ങ് മാറി. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് ഇത് ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സമയം 5:30 അടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസുകാരെല്ലാം അവിടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിലില്ല കളിയിലെ സ്പോർട്സ് എല്ലാം. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. പക്ഷേ ഇവർ ഈ നടത്തിപ്പും ഈ മറ്റുള്ള ഭാരവാഹികളും കൂടിയിട്ട് മൈക്ക സെറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരൊറ്റ പോക്കായതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ട് 2-3 പേര് വന്നിട്ട് സ്റ്റെമ്പെല്ലാം ഊരി കൊണ്ടുപോയി, ബോളെല്ലാം കൊണ്ടുപോയി. അവർ 2 ബോക്സ് ബോൾ കാറിലിരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അവർ നമുക്ക് കളിക്കാൻ വേണ്ടി വന്നത് ആകെ 2 ബോളാണ് തന്നെ. അതിന് ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പിന്നെയും ബോൾ കൊണ്ടുവരണം. പിന്നെ തന്നെയല്ല നിങ്ങൾ തന്നെ നോർമലി ഒരുപാട് മുന്നേ നമ്മളവിടെ കളിച്ചപ്പോഴും പഞ്ചായത്ത് മേള കളിക്കുമ്പോൾ ഒരു ബോൾ ബോയ് ആയിട്ട് ഗ്രൗണ്ടിൻ്റെ ചുറ്റുപുറം ആൾക്കാർ കാണും. പക്ഷേ ഞായറാഴ്ചത്തെ കളിയിൽ അങ്ങനൊന്നും ഉണ്ടായില്ല. നമ്മൾ തന്നെ ബോൾ എടുത്തുകൊണ്ടിരണം. തന്നെയല്ല ഇത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടം വന്നിട്ട് പറയുന്നത് വേറൊരു ആളെയും കൂട്ടിപ്പിടിച്ചു എന്ന് പറയാം.
നിങ്ങളുടെ കളി നാളത്തേക്ക് മാറ്റാൻ പറ്റുമോ? സെമി ഫൈനലിൽ നിങ്ങൾക്ക് ഇന്ന് കളിക്കാനുള്ളൊരു അവസരം ഇനി ഉണ്ടാവില്ല, ഒരുപാട് സമയം ലേറ്റായി. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു 6 പോയി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ആ വീടിനോട് പോയിട്ടാണ് ബോൾ നിൽക്കുന്നത്. അത്രയും സമയം നമ്മൾ പ്ലേയേഴ്സ് പോകണം, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി, ഒരു 7-8 വയസ്സായ ഒരു കുട്ടി പോയിട്ടാണ് ബോൾ എടുത്ത് വന്നിരുന്നത്. അത്രയും സമയം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശം അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ മോശം അനുഭവമായിരുന്നു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.